വൈഷ്ണവ ഭക്തർ ഭക്തിപൂർവം കാത്തിരിക്കുന്ന ഷട്ടില ഏകാദശി ജാനുവരി 25 ശനിയാഴ്ചയാണ് ആഗതമാകുന്നത്. ജാനുവരി 24, 25, 26 അതായത് ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 തിഥികളിലായിട്ടാണ് നമ്മൾ ഷട്ടില ഏകാദശി വ്രതം ആചരിക്കുന്നത്. മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഷട്ടില ഏകാദശി എന്ന് പറയുന്നത്. ഷട്ട് എന്നാൽ 6 എന്നും തില എന്നാൽ എള്ള് എന്നുമാണ് അർത്ഥം. ശ്രീഹരി വിഷ്ണുവിന്റെ വിയർപ്പിൽ നിന്നുമാണ് എള്ള് ഉത്ഭവിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 6 വ്യത്യസ്ത തരത്തിലുള്ള എള്ള് നമുക്ക് ഈ പുണ്യ ഏകാദശി ദിവസം 6 വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കാം. എള്ള് കലർന്ന വെള്ളത്തിൽ സ്നാനം ചെയ്യുക, എള്ള് ദാനം ചെയ്യുക, എള്ള് കൊണ്ടുള്ള ഹോമം ചെയ്യുക, എള്ള് നടുക, എള്ള് ചേർത്ത വെള്ളം കുടിക്കുക, എള്ള് ചേർത്ത ഭക്ഷണം അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി ഭഗവാന് നേദ്യമായി സമർപ്പിക്കാം. കൂടാതെ മറ്റുള്ളവർക്ക് നൽകാം, നമുക്കും ഭക്ഷിക്കാം. ക്ഷേത്രത്തിലെ ഏകാദശി ദിവസം നമുക്ക് എള്ളു കൊണ്ടുള്ള പറയിടാം, എള്ളി കിഴി സമർപ്പിക്കാം, എള്ളുണ്ട പോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി ഭഗവാന് നീതിക്കാം, ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാം. അങ്ങനെ അന്നേ ദിവസം എള്ള് ദാനം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യദായകമാണ് എന്ന് പുരാണങ്ങളിൽ തന്നെ പറയപ്പെടുന്നുണ്ട്. അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, നാം അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും ഇല്ലാതാക്കാൻ ഈ ഒരൊറ്റ ഷട്ടില ഏകാദശി വ്രതം ഭക്തിപൂർവ്വം നോറ്റാൽ മാത്രം മതിയാകും.